എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, നോൺ വയലൻസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് അറ്റ് ദി ഡിസ്പോസൽ ഓഫ് മാൻകൈൻഡ്. അഹിംസയാണ് മനുഷ്യർക്ക് ലഭ്യമായ ഏറ്റവും ശക്തമായ ആയുധം. അമേരിക്കയിലെ യുവജനങ്ങളെ സ്വാധീനിച്ച നേതാവും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായിരുന്ന ചാർലി കിർക്ക് 2025 സെപ്റ്റംബർ 10 ഒരു കോളേജിൽ 1000-ൽ പരം വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടൈലർ ജെയിംസ് എന്ന 22 വയസ്സുകാരന്റെ കൈകളാൽ വെടിയേറ്റ് മരണമടഞ്ഞു. വെറും 31-ാം വയസ്സിൽ ചാർലി കിർക്ക് തന്റെ ഭാര്യയും അവരുടെ 2 ചെറുകുട്ടികളെയും ദുഃഖത്തിലാഴ്ത്തി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ സമർപ്പിതനായ ഒരാൾ തോക്കിന്റെ ഇരയായി വീണുപോയത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹിംസ ഒരിക്കലും ഒന്നിനും ഉത്തരമല്ല എന്ന സത്യമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഡാർക്ക്നെസ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ ഡു ദാറ്റ്. ഹെയ്റ്റ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഹെയ്റ്റ്, ഓൺലി ലവ് ക്യാൻ ഡു ദാറ്റ്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നീക്കാനാകില്ല, വെളിച്ചം കൊണ്ട് മാത്രമേ അത് കഴിയൂ. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് ജയിക്കാനുമാകില്ല, സ്നേഹം കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഈ ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ വഴിയാണ് സമാധാനത്തിന്റെയും ജീവന്റെയും ഏക വഴി. 1. പ്രതികാരത്തിന് പകരം സ്നേഹിക്കുവാൻ പഠിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യേശുക്രിസ്തു പഠിപ്പിക്കുന്നു, പ്രതികാരത്തിന്റെ വഴികൾ മരണത്തിലേക്കാണ്, ജീവന്റെ വഴി സ്നേഹവും ക്ഷമയും മാത്രമാണ്. 2. സമാധാനത്തിന്റെ വഴിയിൽ നടക്കുന്നവരായി നമുക്ക് തീരാം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി ശ്ലീഹ 5:9. ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമാധാനം വിതയ്ക്കുന്നവർക്കാണ് ദൈവം തൻ്റെ പുത്രന്മാരെന്ന മഹത്വം നൽകുന്നത്. 3. ദോഷത്തെ ജയിക്കുന്ന മാർഗം കണ്ടെത്തുക. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഹിംസയ്ക്ക് മറുപടി ഹിംസയാൽ സമൂഹം ഇരുട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ നന്മ കൊണ്ട് ദോഷത്തെ ജയിക്കുന്നവരാണ് സമാധാനം സൃഷ്ടിക്കുന്നവർ. ചാർലി കിർക്കിന്റെ മരണവാർത്ത മനുഷ്യഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എന്നാൽ അത് നമ്മെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വിളിക്കുന്നു. പ്രതികാരത്തിന് പകരം സ്നേഹം വിതയ്ക്കുവാൻ, വെറുപ്പിന് പകരം ക്ഷമ കാണിക്കുവാൻ, ഇരുട്ടിന് പകരം വെളിച്ചമാകുവാൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.